കപ്പയെ സംബന്ധിച്ച് പറയുമ്പോൾ കുറേ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട്. കപ്പയ്ക്കകത്തുള്ള സ്റ്റാർച്ചിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്, ഒപ്പം അതിനകത്ത് ചെറിയ വിഷാംശം കൊണ്ട് കൂടിയുണ്ട് കപ്പ. അപ്പോൾ എല്ലാവർക്കും അത്ര ഭക്ഷ്യയോഗ്യമൊന്നുമല്ല. പക്ഷേ കാച്ചിലിൻ്റെ ഇനങ്ങളിലെ സോഡിയം മുതൽ ശരീരത്തിന് ആവശ്യമായ എല്ലാ മൂലകങ്ങളും ഇതിലുണ്ട്. പക്ഷേ അതിനകത്തുണ്ടാകണമെങ്കിൽ മണ്ണിലുണ്ടാവണം. മണ്ണിൽ നമ്മൾ നന്നായിട്ട് ജൈവവളമൊക്കെ കൊടുത്ത് വളർത്താൻ എല്ലാ സാധനമുണ്ട്. ഇന്നിപ്പോൾ മനുഷ്യന് ആവശ്യമായ എല്ലാ മൂലകങ്ങളും ലഭ്യമാവുന്ന ഭക്ഷ്യവസ്തു ഏതെന്ന് ചോദിച്ചാൽ അത് കിഴങ്ങ് വിളകളാണ്. കാച്ചിൽ, ചെറുകിഴങ്ങ്, ചേന ഭക്ഷിക്കുന്നവർക്ക് പൈൽസ് ഉണ്ടാവില്ല, രക്തശുദ്ധിക്കാണ് ചേന. അതേപോലെ കൂർക്ക ഭക്ഷിക്കുന്ന ആൾക്കാർക്ക് സോഡിയത്തിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. ചേമ്പ് ഭക്ഷിക്കുന്നവർക്ക് സോഡിയത്തിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ സോഡിയം അടങ്ങിയ കിഴങ്ങ് വിള ഏതെന്ന് ചോദിച്ചാൽ ചേമ്പാണ്. തിരുവിതാംകൂറിൽ നിന്ന് 1938 വയനാട് കയറിയതാണ്. വയനാട്ടിൽ നിന്നുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ജനങ്ങളില്ല. അപ്പനായിട്ട് ഇവിടെ എത്തിയത് കൃഷി ചെയ്യാൻ വേണ്ടി സ്വഭാവമാണ്. ആ ഒരു കൃഷിയുടെ പാരമ്പര്യത്തിൽ തന്നെ ഞാൻ വളർന്നു. അപ്പോൾ ഒരു കൃഷി ഒരു ജീവിതത്തിൻ്റെ ഒരു വരുമാനമാണല്ലോ. ഒപ്പം സാമൂഹ്യ സേവനം, കൃഷിയും കലയും ഒരു ലഹരിയായിട്ട് സ്വീകരിച്ചു. അങ്ങനെയാണ് കൃഷിയിലേക്ക് വരുന്നത്. പിന്നെ ആണ് മാസ്റ്റർ ഫാർമർ ട്രെയിനിങ്ങിന് വേണ്ടി പോകുന്നത്. ശരിക്കും കൃഷിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന അന്നേരം. അപ്പോൾ മാസ്റ്റർ ഫാർമർ ട്രെയിനിങ്ങിന് ഒരു 10-60 കർഷകരുണ്ടായിരുന്നു. അത് പല ആൾക്കാരാണ് ക്ലാസ് എടുക്കാൻ വരുന്നത്. നിയന്ത്രണത്തിനെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ വന്നത്, പ്രത്യേകിച്ചും കീടങ്ങളുടെ നിയന്ത്രണത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ വന്ന ഡോക്ടർ ദണ്ഡപാണിയാണ്. കാർഷിക സർവകലാശാല, തമിഴ്നാട് കാർഷിക സർവകലാശാലയിലെ എൻഡമോണിസ്റ്റാ. അദ്ദേഹം എങ്ങനെയാണോ ഞങ്ങൾ മുന്നിൽ വല്ലാതെ അടുപ്പായി ഇവിടെ വന്നതിന് ശേഷം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക താല്പര്യമോട് കൂടി ഉണ്ടായിരുന്നു ഞാൻ നന്നായിട്ട് പഠിക്കണമെന്ന്. പഠിച്ചു. അപ്പോൾ മാസ്റ്റർ ഫാർമേഴ്സിൽ നിന്ന് ഒരു മാസ്റ്ററായി ഒരാളിലേക്ക് മാത്രം മാറി. കാരണം മറ്റുള്ളവരൊക്കെ വന്നു പഠിച്ചു, അവർക്കത് പറയാനറിയില്ല, പറഞ്ഞ് ഫലിപ്പിക്കണ്ടേ. അപ്പോൾ നമ്മൾ പാട്ടും കഥയൊക്കെ പണ്ടേ കൊണ്ടു നടക്കുന്നതുകൊണ്ട് പറഞ്ഞു ഫലിപ്പിക്കാൻ എളുപ്പമായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് പഠിക്കുകയും ചെയ്തു. എന്നിട്ട് പല സംഭവങ്ങളിലും എൻ്റെ അത് ഇക്കൊല്ലം അത് ശരിക്കും മുളച്ചു വന്നില്ല. അന്നേരമാണ് ഞാൻ ചെറുകിഴങ്ങിനെ കുറിച്ച് പഠിക്കുന്നത്. അതായത് ചെറുകിഴങ്ങ് നമ്മൾ ഡിസംബർ ലാസ്റ്റ് വിളവെടുത്ത് കട്ട് ചെയ്ത് മാറ്റി വെക്കും. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ചെറുകിഴങ്ങിൻ്റെ മുകളിൽ നിന്ന് ഉള്ള ആ മുന്നോടുകൂടി തണ്ട് മുളച്ചു. ഈ ട്യൂബേഴ്സ് മാനുലേട്ടനൊരു 100-ൽ-പരം ട്യൂബേഴ്സ് കൺസർവ് ചെയ്തിട്ടില്ല. അതിലേക്ക് എങ്ങനെയാണ് വന്നത്? അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്ന കർഷകർ സത്യത്തിന് കുറവാണ്. പിന്നെ ഇനങ്ങളെക്കുറിച്ച് തേടണമെങ്കിൽ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന വളരെ ചുരുങ്ങിയ ഇനങ്ങളായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഇവരുമായിട്ട് ബന്ധപ്പെട്ടു, കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ടു. പിന്നെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ പല ഭാഗത്തോട്ടായിട്ട് അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വിത്തുകൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവർക്ക് കൊടുത്തു കൃഷിയെ. അവർ പോയിട്ട് വന്നിട്ട് പറഞ്ഞു ഒരു സ്ഥലത്തും കൃഷി ചെയ്തിട്ടില്ല. അന്നേരമാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നതും ഇത് സംരക്ഷിക്കാൻ ഇവരാരും മെനക്കെടില്ല എന്ന് ബോധ്യം വരുന്നതും. അത് ഞാൻ സ്വയം ഏറ്റെടുത്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് അവരുടെ മക്കൾക്കിവിടെ കഴിയേണ്ടേ, ആ 2 വരി. നമുക്ക് നമ്മുടെ മക്കൾക്ക് അവരുടെ മക്കൾക്കിവിടെ കഴിയേണ്ടേ, പൂർവികർ നമ്മൾ കേകിയ ഭൂമി മക്കൾക്കായി കരുതേണ്ടേ. അത് കൂട്ടിച്ചേർത്തു, മക്കൾക്കായി കരുതേണ്ടേ. മണ്ണിൽ നിന്നും വന്നവർ നമ്മൾ മണ്ണിലേക്ക് പോകണ്ടോ.